നിങ്ങൾ വെള്ളത്താമര കണ്ടിട്ടുണ്ടോ? വളരെ റയറായിട്ട് കാണപ്പെടുന്ന താമര ഇനത്തിൽപ്പെട്ട ഒരു വർഗ്ഗമാണ് വെള്ളത്താമര. രാവിലെ 6 മണിക്ക് ബദ്രിയ റെസ്റ്റോറൻറ്റത്തെ സ്പെഷ്യൽ കുട്ടൻ ചാപ്സും പൊറോട്ട അടിച്ച് വെള്ളത്താമര വിരിഞ്ഞ കായലും തേടി ഞങ്ങൾ പൊന്നാനിയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന കാഴ്ച അതിമനോഹരം. ചെന്ന ഉടനെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ബോർഡ് ഹരിത ഗ്രാമത്തിലേക്ക് സ്വാഗതം. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി അവിടെ നേരെ നിർത്തി അങ്ങോട്ട് നടന്നു. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലിന് ചുറ്റും വെള്ളത്താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടം, ഞങ്ങളെ കയ്യിൽ ഹെലിക്യാം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മനോഹാരിത അത്ര കണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പകർത്താൻ പറ്റിയില്ല എന്ന സങ്കടത്തിൽ പുഴയിലേക്ക് നോക്കി ഞങ്ങൾ ഇങ്ങനെ നിന്നു. പെട്ടെന്നാണ് ഞങ്ങളെ കൺമുന്നിൽ അത് കണ്ടത്. ഒരു വെള്ള ആമ്പലും 2 വെള്ള താമരയും ഞങ്ങളെ വരവും കാത്ത് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ. പിന്നെ ആ പതിവ് ചടങ്ങ് അങ്ങോട്ട് വേണമല്ലോ. അങ്ങനെ ഒന്ന് എന്തായാലും കണ്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവട്ടെ, പറിച്ച് ആസ്വദിക്കാൻ പറ്റില്ല. ആ ദൂരെ കാണുന്നതൊക്കെ വെള്ളക്കൊക്കല്ല കേട്ടാ, വെള്ള താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒന്ന് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ 3 ആളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഒന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കി. വരുന്ന വഴിക്ക് ബിയ്യങ്കായലിനോട് ചേർന്നുള്ള ഒരു മനോഹര തൂക്കുപാലുണ്ട്. ഇത് വഴി വരുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി കാണാൻ പറ്റിയ ഒരു അതിലൂടെ ഒരു സവാരി ഗിരിഗിരിയൊക്കെ നടത്തി. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ റോപ്പ് വേ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഭാഗം എടപ്പാൾ, അയിലക്കാട്, കാഞ്ഞിരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടിച്ച് കയറി വാ.